വിലയിരുത്തൽ തന്നെയാണോ താങ്കൾക്കും ഉള്ളത്? ഇറാൻ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല, തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിലെ സുരക്ഷാ സംവിധാനം അത്രയ്ക്ക് ശക്തമാണ്. പക്ഷേ എങ്കിലും ഇറാനെ പൂർണ്ണമായിട്ടും നേരിടാൻ, ഇസ്രായേൽ ഒരു കാഷ്വാലിറ്റി ഇല്ലാതെയും നേരിടാൻ അത് ഇസ്രായേലിന് സാധിക്കുമോ ഈ സമയത്ത്? അതോടൊപ്പം തന്നെയാണല്ലോ ഇസ്രായേലിന്റെ ആക്രമണം അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ. ശ്രീ മഞ്ജുഷ, ഇതിനകത്ത് പിന്നെ ഇതിനെ കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റഡി ചെയ്യണം. കേൾക്കാമല്ലോ ഞാൻ പറയുന്നത്? പറഞ്ഞോളൂ. ഓക്കെ. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലിലേക്ക് ഇറാൻ വിട്ട മിസൈലുകളുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറാൻ അന്ന് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇസ്രായേലിനുള്ളത്. അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഡേവിഡ് സ്ലിംഗ് ആയാലും അയൺ ഡോം ആയാലും എല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ വളരെ ശക്തമായി. അപ്പൊ അതിനെ പോലും സാച്ചുറേറ്റ് ചെയ്യുന്ന ഒരു അറ്റാക്കാണ് ഇറാൻ അന്ന് ചെയ്തത്. അതായത് ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 100 ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ 50 എണ്ണത്തിനെ ഒരേ സമയത്ത് എൻഗേജ് ചെയ്യാൻ സാധിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 150 എണ്ണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 എണ്ണം കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ 50 എണ്ണത്തിനെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് നമുക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ, 60 മിസൈൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 50 എണ്ണത്തിനെ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ബാക്കി 10 എണ്ണം ഭൂമിയിൽ വന്ന് പതിക്കും. അപ്പൊ ഇറാന്റെ സ്ട്രാറ്റജി അതായിരുന്നു, ഈ സാച്ചുറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്പർ 1. നമ്പർ 2, ഇവിടെ ഈ യുദ്ധം തുടങ്ങി വരിക എന്നുള്ളത്, ഈ യുദ്ധം ഉണ്ടാകും എന്നുള്ളത് നേരത്തെ മുതലേ അറിയാവുന്ന കാര്യമാണ്. അന്നത്തെ കണക്ക്, അന്ന് ആദ്യം ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്തുണ്ടായിരുന്ന കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 3000 മിസൈലുകൾ ഇറാന്റെ കയ്യിലുണ്ടെന്നായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് യുദ്ധം ആസന്നമായി കഴിയുമ്പോൾ ധാരാളമായിട്ട് മിസൈലുകൾ ചൈനയിൽ നിന്നും ഇറാന് കിട്ടിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് വലിയ സഹായങ്ങൾ കിട്ടിയിട്ടില്ല, കാരണം റഷ്യ ഓൾറെഡി യുക്രൈനുമായിട്ട് എൻഗേജ്ഡ് ആണ്. ഇപ്പോഴും ഇറാന്റെ കയ്യിലുള്ളത് പഴയ S-300 മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. അത് തീർച്ചയായിട്ടും ഒരു സ്റ്റെൽത്ത് വിമാനങ്ങളെ ബ്ലോക്ക് ചെയ്യാനൊന്നും അത്ര പര്യാപ്തമല്ല. അത് പഴയ സിസ്റ്റമാണ്. അത് സ്റ്റെൽത്ത് ടെക്നോളജി വരുന്നതിന് മുമ്പേ ഉള്ള സിസ്റ്റമാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ ചൈന കുറെ റഡാർ സിസ്റ്റംസ് ഇറാന് കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തകൾ ഇൻബിറ്റ്വീൻ വന്നിട്ടുണ്ടായിരുന്നു. അത് സ്റ്റെൽത്ത് വിമാനങ്ങളെ പോലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് റഡാർ സിസ്റ്റംസ് കുറെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അവിടെയും നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ടും ഇത് അനുഭവത്തിൽ വന്നു കഴിഞ്ഞാലേ അത് ട്രാക്ക് ചെയ്തോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം വെനിസ്വേലയിലും ചൈന ഇതുപോലെയുള്ള സ്റ്റെൽത്ത് വിമാനങ്ങളെ ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള റഡാറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം കബളിപ്പിച്ചിട്ടാണ് അമേരിക്ക വെനിസ്വേലിനെ അറ്റാക്ക് ചെയ്യുന്നത്. നമ്പർ 1. നമ്പർ 2, ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 കാര്യങ്ങൾ ഇതിനകത്ത് സ്പെസിഫിക്കലി നമ്മൾ എടുത്ത് കാണണം. ഒന്നാമത്തെ കാര്യം, ഇതുപോലെയുള്ള അറ്റാക്കുകൾ യൂഷ്വലി നടക്കുന്നത് മിഡ് നൈറ്റിന് ശേഷമാണ്. വെളുപ്പിന് 2 മണി, 2:30, 3 മണിക്ക് ശേഷമാണ് നടക്കുന്നത്. ഈ സമയത്ത് ആൾക്കാർ ടയർഡായിരിക്കും, ഉറക്കം വരുന്ന സമയമായിരിക്കും. അപ്പൊ അവർ ഏറ്റവും കുറവ് ശ്രദ്ധ ആ യുദ്ധമേഖലയിലേക്കുള്ള ഒരു സമയമായിരിക്കും. അത് മനുഷ്യത്വപരമായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള റീസൺസ് കൊണ്ട്. ഇവിടെ പകൽ ആക്രമിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ആക്രമണം നടത്തി ഇറാനെ സർപ്രൈസ് ചെയ്യുക, കൺഫ്യൂസ് ചെയ്യുക, ഇത് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല പകൽ ഒരു ആക്രമണം നടത്തും എന്നുള്ളത്. അത് മാത്രമല്ല, ഖമനയുടെ ഓഫീസിന്റെ മുകളിൽ നിന്ന് പുകച്ചുരുളുകൾ പോകുന്നതിന്റെ ദൃശ്യങ്ങളും വരുന്നുണ്ട് അല്ലെ? ഉണ്ട്. ഖമനയി ഒരു പക്ഷേ നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു, റഷ്യയിലേക്ക് കടന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അതുപോലെ അണ്ടർഗ്രൗണ്ടിലുള്ള ഡീപ്പായിട്ടുള്ള അണ്ടർഗ്രൗണ്ട് ബങ്കറിലുണ്ട് എന്നുള്ളത്. അപ്പൊ ഖമനയി മരിച്ചു എന്ന് ഇപ്പൊ അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും, കൊന്നൊന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന് സാധ്യത വളരെ കുറവാണ്. കുറെ മിലിറ്ററി ടോപ്പ് ലീഡേഴ്സ് ഒക്കെ മരിച്ചു എന്നുള്ളത് ഇവര് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും, അപ്പൊ അത് ഒരു വശമാണത്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേ ടൈമിലെ ആക്രമണം മാത്രമല്ല, ഇവർ ആദ്യം ചെയ്തത് ശക്തമായ സൈബർ ആക്രമണമായിരുന്നു. അപ്പൊ അവരുടെ ആ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ മുഴുവൻ ഇവർ ഡിസേബിൾ ചെയ്തു. പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് സാധാരണഗതിയിൽ സീഡും ഉണ്ട്, ഡീഡും ഉണ്ട്. സീഡ് എന്ന് പറഞ്ഞാൽ സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് എന്ന് പറയും. ഡീഡ് എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ്. ഇവർ ആദ്യം ചെയ്തിരിക്കുന്ന സപ്രഷൻ ആണ്, അതിനെ സപ്രസ് ചെയ്തു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് മുഴുവൻ അവർ ഹാക്ക് ചെയ്തു, താറുമാറാക്കി. വേറെ ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. ചൈനയാണല്ലോ ഇവരുടെ മെയിൻ സപ്ലൈസ്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ആയാലും, വാർ എക്യുപ്മെന്റ്സ് ആയാലും, സിവിലിയൻ എക്യുപ്മെന്റ്സ് ആയാലും. ഇസ്രായേൽ നേരത്തെ കൂട്ടി ഒരുപാട് വാവേ ഫോണുകൾ വാങ്ങിയിട്ട് ഇതിനെ എടുത്തിട്ട് ഇതിനകത്ത് അവരുടെ കമ്മ്യൂണിക്കേഷൻ സാധനങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഹമാസിനിട്ട് പണ്ട് പേജർ വെച്ച പണി കൊടുത്തതുപോലെ ഇൻസ്റ്റാൾ ചെയ്ത് ഇറാനിൽ ധാരാളമായിട്ട് ഇവർ വിറ്റിട്ടുണ്ട്. അതുവഴി ഇവർക്ക് ഒരുപാട് സീക്രട്ട് ഇൻഫർമേഷൻസും ലൊക്കേഷൻസും കിട്ടിയിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാന് ധാരാളമായിട്ട് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇറാൻ തിരിച്ചും ആക്രമിച്ചിട്ടുണ്ട്, ഇനി ആക്രമിക്കുകയും ചെയ്തു. 1-2 ദിവസം കൊണ്ട്, നേരത്തെ ഉള്ള പാനലിസ്റ്റ് പറഞ്ഞ പോലെ 1-2-3 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട് തീരാൻ പോകുന്നതല്ല. കാരണം ഖമനയിയെ പിടിക്കും എന്നുള്ളത് അമേരിക്ക ഉറപ്പിച്ച ഒരു കാര്യമാണ്, അതിനകത്ത് വ്യത്യാസമില്ല.
ഇനി ഖമനയ്ക്ക് അറിയാം, അയാൾ പിടിക്കപ്പെട്ടാൽ സദ്ദാം ഹുസൈന്റെ മേളിൽ ഇവർ എന്താണ് ചെയ്തത് എന്നുള്ളത് ഇവർ കണ്ടതാണ്. ഒസാമ ബിൻ ലാഡനെ എന്താണ് ചെയ്തത്? അവർക്ക് ആ റിലീജിയസ് റൈറ്റ്സ് പോലും ഇല്ലാതെ കടലിൽ കൊണ്ട് കെട്ടി താഴ്ത്തുമായിരുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും സ്ട്രോങ് ആയിട്ട് റിലീജിയസ് വാല്യൂസിൽ വിശ്വസിക്കുന്ന ആളുകളെ അപ്പൊ അവരുടെ ഡെഡ് ബോഡിയെ പോലും ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർക്കത് ഭയങ്കര പീഡനമായിരിക്കും. അത് ആലോചിക്കുമ്പോൾ അവർക്ക് പറ്റില്ല. ശരിയാണ്. ഖമനയെയാണ് US-ന്റെയും ഇസ്രായേലിന്റെയും ലക്ഷ്യം. ഏതായാലും ഖമനയെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഖമനയുടെ ഓഫീസ് കത്തി അമർന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വരുന്നത്. ആ ദൃശ്യങ്ങളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ധനേഷ് മുരളി ബഹ്റൈനിൽ നിന്ന് തുടരുന്നുണ്ട്. ബഹ്റൈൻ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.